എക്കാലത്തെയും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് യേശു ക്രിസ്തു ദൈവമാണോ എന്നത്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്തുവാൻ നമുക്ക് വിശ്വാസത്തിൻ്റെ അടിത്തറ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ദൈവത്തിൻ്റെ അതിരുകളില്ലാത്ത സ്നേഹത്തെയും രക്ഷാമാർഗവും നമ്മെ പഠിപ്പിച്ചു തന്നത് യേശു ക്രിസ്തുവാണ്. കൊലോസ്യർ 2-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നു: അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. യേശുക്രിസ്തു ദൈവമാണ് എന്നത് തർക്കമറ്റ വസ്തുത തന്നെയാണ്. പഴയ നിയമത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പ്രവാചകന്മാർ മശിഹയെക്കുറിച്ച് പ്രവചിച്ചിട്ടുണ്ട്. ആ പ്രവചനങ്ങൾ എല്ലാം യേശുവിൽ നിറവേറുന്നത് കാണുവാൻ നമുക്ക് സാധിക്കും. യെശയ്യാവ് 7:14 കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേരിടും. മീഖ 5:2 ബെത്ലഹേമിൽ നിന്നും ഒരു ഭരണാധികാരി ഇസ്രയേലിനു വേണ്ടി വരും, അവൻ പണ്ട് മുതലേ ഉള്ളവനാണ്. ഈ പ്രവചനങ്ങളെല്ലാം യേശുവിൽ നിറവേറി. മാത്രമോ, യേശുവിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും യേശു ദൈവമാണ് എന്ന് തെളിയിക്കുന്നു. രോഗികൾക്ക് സൗഖ്യം നൽകി, മരിച്ചവരെ ഉയർപ്പിച്ചു, പ്രകൃതി ശക്തികളെ നിയന്ത്രിച്ചു. ഇതൊക്കെ ദൈവത്തിന് മാത്രമേ ചെയ്യുവാൻ കഴിയുകയുള്ളൂ. യേശുക്രിസ്തുവിൻ്റെ ഞാനാകുന്നു എന്ന പ്രസ്താവനകൾ താൻ ദൈവം എന്നതിൻ്റെ തെളിവാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അബ്രഹാം ഉണ്ടാകുന്നതിന് മുൻപേ ഞാനുണ്ട്. പുറപ്പാട് 3-ാം അധ്യായത്തിലെ ഞാനാകുന്നു എന്നത് ദൈവത്തിൻ്റെ പേര് എന്നാണ് എന്നോർക്കുക. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഞാനും പിതാവും ഒന്നാകുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന പ്രസ്താവനകൾ യേശുക്രിസ്തു ദൈവമാണ് എന്നതിൻ്റെ തെളിവാണ്. യേശുവിൻ്റെ ശിഷ്യന്മാരും അപ്പോസ്തലന്മാരും യേശുവിനെ ദൈവമായി ആരാധിക്കുകയും വിശ്വസിക്കുകയും ചെയ്തു. ക്രിസ്തു ശിഷ്യനായ തോമസ് യേശുവിനെ എൻ്റെ ദൈവവും എൻ്റെ കർത്താവുമേ എന്ന് വിളിച്ചു. മാത്രമല്ല, യേശുവിന് നൽകിയിരിക്കുന്ന ദൈവിക നാമങ്ങൾ ശ്രദ്ധിക്കുക: ദൈവം, മഹാദൈവം, സത്യദൈവം, സർവത്തിനും മീതെ ദൈവവും കർത്താവും, വീരനാം ദൈവം എന്നിങ്ങനെയുള്ള ദിവ്യനാമങ്ങൾ താൻ ദൈവമാണ് എന്ന് തെളിയിക്കുന്നു. താൻ മാത്രം പരിശുദ്ധൻ, ആദ്യനും അന്ത്യനുമായവൻ, തൻ്റെ സർവശക്തി, സർവജ്ഞാനം, സർവവ്യാപിത്വം, നിത്യത്വം, തൻ്റെ അത്ഭുതങ്ങളെല്ലാം മാത്രമല്ല, താൻ മാത്രം പാപപരിഹാരകൻ, നീതിയുള്ള ന്യായാധിപതി, ഇതൊക്കെ താൻ ദൈവമാണ് എന്നതിൻ്റെ തെളിവാണ്. മാത്രമോ, യേശുക്രിസ്തു പുനരുത്ഥാനം ചെയ്യുകയും താൻ മാത്രം ആരാധനയ്ക്ക് യോഗ്യനായി നിലകൊള്ളുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു ദൈവമാണ് എന്നതിന് ശക്തമായ കാരണങ്ങൾ ഉണ്ട്. പഴയ നിയമത്തിലെ പ്രവാചകന്മാർ യേശുവിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഞാനാകുന്നു എന്ന പ്രസ്താവനകൾ, ശിഷ്യന്മാരുടെയും അപ്പോസ്തലന്മാരുടെയും സാക്ഷ്യങ്ങൾ, തൃത്വത്തിൽ യേശുവിൻ്റെ സ്ഥാനം, ഇവയെല്ലാം ഈ സത്യത്തിലേക്ക് വെളിച്ചം വീശുന്നു. ഈ വിശ്വാസം നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനമാണ്. ഈ ദൈവിക സത്യം നമുക്ക് എന്നും പ്രത്യാശയും സ്നേഹവും രക്ഷയും വിശ്വാസവും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.